ഡയബറ്റിസ് എല്ലാവർക്കും അറിയാം, പ്രമേഹമാണ്. കിഡ്നി ഡിസീസ് എന്ന് വെച്ചാൽ വൃക്കയുടെ അസുഖം. പ്രമേഹം കാരണം ഉണ്ടാകുന്ന വൃക്കയുടെ അസുഖത്തിനാണ് നമ്മൾ ഡയബറ്റിക് കിഡ്നി ഡിസീസ് എന്ന് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഉദ്ദേശിക്കുന്നത്. സർ, എങ്ങനെയാണ് ഡയബറ്റിക് കിഡ്നി ഡിസീസ് ഉണ്ടാകുന്നത്? അതിൻ്റെ കാരണം എന്താണ്? അതായത് നമുക്കറിയാം, പ്രമേഹം എന്ന് പറയുന്ന അസുഖം നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ്. ചെറുപ്പക്കാരിൽ കൂടുതൽ കാണുന്നു. അതേപോലെ തന്നെ 30-40 വയസ്സുള്ളവർക്ക് കടുത്ത രീതിയിലുള്ള പ്രമേഹം വളരെ സർവ്വസാധാരണമായി ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ നാച്ചുറലി ഈ പ്രമേഹം കാരണം ഉണ്ടാകാവുന്ന കോംപ്ലിക്കേഷൻസ്, അതായത് എന്തു തന്നെ അസുഖമായാലും, ഹാർട്ടിൻ്റെ ആയാലും ശരി, നെർവ്സിൻ്റെ ആയാലും ശരി, വൃക്കയുടെ ആയിരുന്നാലും ശരി, ഇത് കാണാനുള്ള സാധ്യത സ്വാഭാവികമായിട്ടും കൂടി വരും. അപ്പോൾ നമ്മൾ 50 വയസ്സ് അല്ലെങ്കിൽ 60 വയസ്സാകുന്ന ആൾക്കാരിൽ പ്രമേഹത്തിൻ്റെ എല്ലാ കോംപ്ലിക്കേഷൻസും, അതിൻ്റെ സീരിയസ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതും ലൈഫ് ത്രെട്ടണിങ്, അതായത് ആയുസ്സിന് ജീവൻ അപകടം ആകാവുന്ന ഒരു കോംപ്ലിക്കേഷനാണ് വൃക്കയുടെ അസുഖം. പ്രമേഹം പല രീതിയിലും വൃക്കയെ ബാധിക്കുന്നു. തിയററ്റിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഷുഗർ ഹൈ ആയി, രക്തത്തിലെ ഷുഗർ ഹൈ ആകുന്ന, രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ഹൈ ആകുന്ന അസുഖമാണ് പ്രമേഹം. ഇത് ഒരു പരിധി കൂടുതൽ കൂടുമ്പോൾ അത് വൃക്കയിലൂടെ യൂറിനിൽ അല്ലെങ്കിൽ മൂത്രത്തിൽ വരുന്നു. ഇങ്ങനെ വരുന്ന പ്രോസസ്സിൽ ഇത് വൃക്കയ്ക്ക് ഡാമേജ് ഉണ്ടാക്കുന്നു. വർഷങ്ങളോളം പ്രമേഹം ഉള്ള ഒരാൾക്ക് ഈ ഷുഗർ അമിതമായി അല്ലെങ്കിൽ അധികമായി ഇരുന്നു കഴിഞ്ഞാൽ ഇത് ക്രമേണ വൃക്കയെ ബാധിക്കുന്നു. പല സിംറ്റംസ് ഉണ്ടാവും. എന്നിരുന്നാൽ തന്നെയും വൃക്കയുടെ ഈ ഒരു അസുഖം ഒരു പരിധി കൂടിക്കഴിഞ്ഞാൽ വൃക്ക ഫെയിലുവർ ആകും. പിന്നെ ജീവൻ നിലനിർത്താൻ ഡയാലിസിസ് വേണ്ടിവരും, അല്ലെങ്കിൽ വൃക്ക മാറ്റിവെക്കൽ വേണ്ടിവരും. ഇതിൻ്റെ ഏർലി സിംറ്റംസ് എന്താ സാർ, രോഗലക്ഷണങ്ങൾ? കിഡ്നിയുടെ അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കിഡ്നിയുടെ പ്രവർത്തനം ഏതാണ്ട് അതിൻ്റെ ഒരു 90% വരെ നഷ്ടപ്പെടുന്നത് വരെ സൈലൻ്റ് ആയിരിക്കാം. അതായത് പുറമേ സിംറ്റംസ് ഒന്നും കാണില്ല. എന്നിരുന്നാൽ തന്നെ ചില സിംറ്റംസ്, ചില ലക്ഷണങ്ങൾ ബാഹ്യമായി ഉണ്ടാകാം. അതായത് ഏറ്റവും പ്രധാനപ്പെട്ടത് നീരാണ്. കാലിൽ അല്ലെങ്കിൽ മുഖത്ത് നീര് കാണുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സിംറ്റം. പിന്നെയുള്ള അമിതമായിട്ട് ക്ഷീണം, അതായത് നേരത്തെ സാധാരണ ജോലി ചെയ്യുന്നതിന് യാതൊരു പ്രയാസവും ഇല്ലായിരുന്ന ആൾ നടക്കുന്നതിന് അല്ലെങ്കിൽ സ്വന്തം ജോലി ചെയ്യുന്നതിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. പിന്നെ രക്തക്കുറവ് കാണുക, അനീമിയ. പിന്നെ ഉള്ളത് ബോൺ പെയിൻസ് എന്ന് പറയും, എല്ലിൽ വേദന, പ്രത്യേകിച്ച് നൈറ്റ് ടൈമിൽ എല്ലിൽ വേദന തോന്നുക. ഇങ്ങനത്തെ അസുഖങ്ങൾ ഇങ്ങനത്തെ ലക്ഷണങ്ങൾ വൃക്കയുടെ അസുഖത്തിൻ്റെ ലക്ഷണങ്ങളാകാം. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു പരിധി വരെ നമുക്കിത് സൈലൻറ്റും ആയിരിക്കും, ലേറ്റ് സ്റ്റേജ് വരെ. ഈ സൈലന്റ് സ്റ്റേജിൽ എങ്ങനെയാണ് സാർ നമ്മൾ തിരിച്ചറിയുന്നത്? അത് വളരെ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതായത് വൃക്കയുടെ അസുഖം സൈലൻ്റ് ആയിരുന്നാൽ പോലും ചില ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുന്നതിലൂടെ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും, നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റാണ് യൂറിൻ്റെ ടെസ്റ്റ്. യൂറിനിൽ പ്രോട്ടീൻ്റെ അളവ് സാധാരണയിലും കവിഞ്ഞ് കാണുന്ന ഒരു പ്രതിഭാസമുണ്ട്, പ്രോട്ടീൻ യൂറിയ എന്ന് പറയും. വൃക്കയുടെ ഡയബറ്റിസ് ബാധിച്ചിരിക്കുന്ന ഒരു വൃക്ക സാധാരണക്കാട്ടിലും കൂടുതൽ പ്രോട്ടീൻ യൂറിനിലൂടെ, മൂത്രത്തിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യുന്നു, പുറത്തേക്ക് തള്ളുന്നു. അപ്പം ഇങ്ങനെയുള്ള പ്രോട്ടീൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പ്രോട്ടീൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വൃക്കയുടെ അസുഖമാണെന്ന് അനുമാനിക്കാൻ പറ്റും. പിന്നെ വൃക്കയുടെ പ്രവർത്തനം കാണിക്കുന്ന ചില ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, ബ്ലഡ് യൂറിയ ലെവൽ, ക്രിയേറ്റിൻ ലെവൽ. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ നേരത്തെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഡയബറ്റിക് കിഡ്നി ഡിസീസ് വരാതിരിക്കാൻ എങ്ങനെയാണ് സാർ, തടയാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് ലോജിക്കലായിട്ട് തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് പ്രമേഹം ഉള്ളവർക്ക് ബ്ലഡ് ഷുഗർ ലെവൽ കൃത്യമായിട്ടുള്ള നമ്മൾ റെക്കമെൻഡഡ് ആയിട്ടുള്ള ലെവലിൽ തന്നെ നിലനിർത്തുക. ഇൻസുലിൻ ആയാലും ശരി, ടാബ്ലറ്റ് ആയാലും ശരി, എന്ത് തന്നെ ആയിരുന്നാലും ശരി, അത് കൃത്യസമയത്ത് കൃത്യമായൊരു ഫിസിഷ്യൻ്റെ, ഒരു ഡോക്ടറുടെ മേൽനോട്ടത്തിൽ എടുക്കുകയും ആ ഷുഗർ ലെവൽ നിലനിർത്തുകയും ചെയ്യുക. പിന്നെ രക്തസമ്മർദ്ദം ഉള്ളവർ അത് കൃത്യമായിട്ടുള്ള കൺട്രോള്, രക്തസമ്മർദ്ദം അതിന് ചെയ്യുക. പിന്നെ വെയിറ്റ്, റെക്കമെൻഡഡ് ആയിട്ടുള്ള വെയിറ്റ്, അമിതവണ്ണം ഒഴിവാക്കുക, റെഗുലർ എക്സസൈസ് ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ തന്നെ റെഗുലർ ആയിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യുക. അപ്പം വൃക്കയുടെ അസുഖം ഉണ്ടെങ്കിൽ നമുക്ക് കാലേക്കൂട്ടി തന്നെ അറിയാൻ പറ്റും. അത് കൂടാതിരിക്കാനുള്ള സ്റ്റെപ്സ് നമുക്ക് എടുക്കാൻ പറ്റും. ഈ റെഗുലറായ ഹെൽത്ത് ചെക്കപ്പ് എടുക്കുക എന്ന് പറയാറുണ്ട് ഒരു പ്രായത്തിന് ശേഷം. അത് ഡയബറ്റിക് കിഡ്നി ഡിസീസ് നേരത്തെ കണ്ടുപിടിക്കാൻ വേണ്ടി സഹായിക്കുമോ സാർ? തീർച്ചയായിട്ടും. ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ റെഗുലറായിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളെപ്പോലുള്ള നെഫ്രോളജിസ്റ്റ് ഇപ്പോൾ നേരത്തെ ലേറ്റ് സ്റ്റേജ് കണ്ടുവന്നിരുന്ന അസുഖങ്ങൾ ഇപ്പോൾ കുറച്ചുകൂടി നേരത്തെ കാണുന്നു. അതൊരു നല്ല ഒരു ഡെവലപ്മെൻറ്റ് തന്നെയാണ്, നല്ല ഒരു എന്താ പറയുന്ന ഒരു റവല്യൂഷൻ എന്ന് തന്നെ പറയാം. കാരണം ഇങ്ങനെ ഒരു മാസ്റ്റർ ചെക്കപ്പ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ചെക്കപ്പ് ചെയ്യുമ്പോൾ പല പേഷ്യൻസിലും നമ്മൾ പ്രോട്ടീൻ അധികമുള്ള
യൂറിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രോട്ടീനൂറിയ ഉള്ള പേഷ്യൻസിന് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ക്രിയേറ്റിൻ ശകലം കൂടുമ്പോൾ തന്നെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു ഡിറ്റക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് അത് കൂടാതിരിക്കാനുള്ള സ്റ്റെപ്സ് എടുക്കാൻ സാധിക്കും. സോ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്? നമ്മൾ അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞു ഡിസീസ് എങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ പറഞ്ഞു, ഷുഗർ നിലനിർത്തുക, ആ ലെവലിനുള്ളിൽ നിലനിർത്തുക. പിന്നെ വൃക്കയുടെ അസുഖം കൂടാതിരിക്കാനും വൃക്ക ഫെയിലുവറിലോട്ട് പോകാതിരിക്കാനും ഉള്ള ചില മെഡിസിൻസ് ഉണ്ട്, മരുന്നുകളുണ്ട്. അവ നമുക്ക് ഈ ചില ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അത് ഒരു ലെവലിൽ കൂടുതലാണെങ്കിൽ ആ മെഡിസിൻസ് എടുക്കാം. ഒരു പരിധി വരെ, പൂർണ്ണമായിട്ടും ഗ്യാരണ്ടി ഇല്ല, എന്നാൽ പോലും കിഡ്നിയുടെ അസുഖം ഒരു പരിധി വരെ നമുക്കത് അതിൻ്റെ പ്രോഗ്രഷൻ തടയാൻ പറ്റും. സാർ, നമ്മൾ ഈ ഡയാലിസിസ് ഏത് ഘട്ടത്തിലാണ് വേണ്ടി വരുന്നത്? വൃക്കയുടെ പ്രവർത്തനം 10% കുറവേ ഉള്ളൂ എന്നൊരു സ്ഥിതി വരുമ്പോഴാണ് നമ്മൾ സാധാരണ ഡയാലിസിസ് ചെയ്യുന്നത്. ചില പേഷ്യൻസിന് അതിന് മുമ്പ് തന്നെ വേണ്ടി വരാം. ഉദാഹരണത്തിന് ഇപ്പോൾ നീര് ഒരുപാടുള്ള പേഷ്യൻസ് ഉണ്ട്, അല്ലെങ്കിൽ യൂറിൻ്റെ അളവ് ഒരുപാട് കുറയുന്ന പേഷ്യൻസ് ഉണ്ട്, അല്ലെങ്കിൽ ബ്ലഡിലെ ചില കമ്പോണൻസ്, പൊട്ടാസ്യം എന്ന് പറയും, അല്ലെങ്കിൽ ചില കമ്പോണൻസ് അമിതമായിട്ട് കൂടുകയാണ് ചെയ്യേണ്ടി വരാം. പക്ഷെ പൊതുവേ പറയുകയാണെങ്കിൽ 90% നഷ്ടപ്പെടുന്നത് വരെയും നമുക്ക് ഡയാലിസിസ് ഇല്ലാതെ പോകാൻ പറ്റും. അത് കഴിയുമ്പോൾ ഡയാലിസിസ് വേണ്ടി വരും. ഓക്കെ, 90% അബവ് ആകുമ്പോഴത്തേക്ക് നമുക്ക് 90% കൂടുതൽ ഡാമേജ് വരുമ്പോൾ നമുക്ക് ഡയാലിസിസ് വേണ്ടി വരും. അപ്പോൾ സാർ, ഈ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം അത് ഏതൊരു ഘട്ടത്തിലാണ് നമ്മൾ ട്രാൻസ്പ്ലാന്റിലോട്ട് നമ്മൾ ചിന്തിക്കുന്നത്? സാധാരണ നമ്മൾ ഡയാലിസിസ് ലൈഫ് ലോങ് അതായത് ആജീവനാന്തം ഡയാലിസിസ് വേണ്ടി വരും എന്നൊരാൾക്ക് നമ്മൾ വിധി എഴുതുകയാണെങ്കിൽ അദ്ദേഹത്തിന് അല്ലെങ്കിൽ അയാൾക്കുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് വൃക്ക മാറ്റി വെക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ മിഡിൽ ഏജ്ഡ് പേഴ്സണ് ലൈഫ് ലോങ് ഡയാലിസിസ് എന്ന് പറയുന്നത് ഒരു തീർച്ചയായിട്ടും ഒരു ഡിപ്രസിങ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ സാധാരണ രീതിയിലുള്ള ജോലി തുടരാനും അല്ലെങ്കിൽ നോർമൽ ആക്ടിവിറ്റീസ് ചെയ്യാനും ഒരു തടസ്സം തന്നെയാണ്. അങ്ങനെയുള്ള പേഷ്യൻസിന് ട്രാൻസ്പ്ലാന്റ് പരിഗണിക്കാവുന്നതാണ്. എല്ലാ പേഷ്യൻസിനും ട്രാൻസ്പ്ലാന്റ് നമുക്ക് ചെയ്യാൻ പറ്റുമോ സാർ? ഇല്ല, പ്രത്യേകിച്ച് നമ്മൾ പ്രമേഹം ഉള്ള പേഷ്യൻസിന് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ഒരുപാട് തടസ്സങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് അവർക്ക് ഹൃദ്രോഗം ഉണ്ടോ എന്നുള്ളതാണ്. പല പേഷ്യൻസിനും ഹൃദയത്തിൻ്റെ പ്രവർത്തനം കുറവ് അല്ലെങ്കിൽ ഹൃദയത്തിലെ ബ്ലോക്ക്സ് ഉണ്ട്. അങ്ങനത്തെ പേഷ്യൻസ് ആണെങ്കിൽ നമുക്ക് അവർക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് മുമ്പ് ഹാർട്ടിൻ്റെ ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് എടുക്കേണ്ടി വരും. ഇത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ പല പ്രമേഹ രോഗികൾക്കും ഹൃദ്രോഗം ഉണ്ടെങ്കിൽ പോലും അവരറിയില്ല. നമ്മൾ ഈ വൃക്കയുടെ അസുഖം എന്ന് പറഞ്ഞ പോലെ ഹൃദയത്തിൻ്റെ അസുഖവും സൈലൻ്റ് ആയിരിക്കും. നമ്മൾ നോക്കുമ്പോഴായിരിക്കും ആൻജിയോഗ്രാം ചെയ്യുമ്പം പലയിടത്തും ബ്ലോക്ക് കാണും. ചില ബ്ലോക്ക്സ് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല, ചില ബ്ലോക്ക്സ് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ബ്ലോക്ക്സ് മാറ്റി ഹൃദയം ഫിറ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇങ്ങനത്തെ പേഷ്യൻസിൽ ചിലപ്പം നമ്മൾ ഈ വൃക്ക ഘടിപ്പിക്കുന്ന വെസൽസ് ഉണ്ട്, ഈ വയറിനുള്ളിലെ വെസൽസ്, അങ്ങനത്തെ ബ്ലഡ് വെസൽസ് രക്തധമനികളുടെ ബ്ലോക്ക് ഉണ്ടെങ്കിലും വൃക്ക വയ്ക്കാൻ സാങ്കേതികമായിട്ട് തടസ്സം നേരിടും. സാർ, ഈ ഡയബറ്റിക് കിഡ്നി ഡിസീസ് മറ്റ് രോഗങ്ങൾക്ക് കാരണമാകാറുണ്ടോ, അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാറ്? കോംപ്ലിക്കേഷൻസ് സാധാരണ വരുന്നത് കിഡ്നി ഫെയിലുവർ കൊണ്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ആണ്. അതായത് അങ്ങനത്തെ പേഷ്യൻസ് ശ്വാസം മുട്ടൽ വരാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിളർച്ച വരാം, അതായത് രക്തത്തിൻ്റെ അളവ് കുറയുക, എല്ലിൻ്റെ അസുഖം വരാം. വൃക്ക നമുക്ക് സ്വാഭാവികമായിട്ട് നാച്ചുറലായിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ കിഡ്നി ഡിസീസ് കാരണം തടസ്സപ്പെടാം. അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എല്ലാം അനുഭവപ്പെടാം. ഓക്കെ സാർ, കുട്ടികളിൽ കാണാറുണ്ടോ സാർ ഈ രോഗം? തീർച്ചയായിട്ടും. അതായത് പ്രമേഹത്തിൻ്റെ ഒരു സബ് ടൈപ്പാണ് ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്നത്. അത് കുട്ടികളിൽ കാണുന്ന അസുഖമാണ്. കുട്ടികളുടെ സാധാരണഗതിയിൽ ഒരു 5 അല്ലെങ്കിൽ 10 വയസ്സിലാണ് ഇതിൻ്റെ ഓൺസെറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ കുട്ടികൾ ഒരു 20 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും അവർ വൃക്കരോഗം കാണാനുള്ള സാധ്യതയുണ്ട്. എല്ലാവർക്കും വരണമെന്നില്ല, പക്ഷെ ആ ഒരു ഏജിലാണ് സാധാരണ നമ്മൾ കണ്ടുവരുന്നത്. തീർച്ചയായിട്ടും ഇതേ അഡൽട്സിന് വരുന്ന അതേ രീതിയിലുള്ള ഡിസീസ് തന്നെയാണ്, അസുഖം തന്നെയാണ് കുട്ടികളിലും വരുന്നത്. പക്ഷേ പലർക്കും ഒരു 20 അല്ലെങ്കിൽ 30 വയസ്സാകുമ്പോഴത്തേക്കും വൃക്ക ടോട്ടലി പരാജയപ്പെടുകയും പിന്നെ അവർക്ക് ഡയാലിസിസ് അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വരികയും ചെയ്യാറുണ്ട്. സർ, ഡയബറ്റീസ് നമ്മൾ പറയുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്, അല്ലെങ്കിൽ ഒരു ജീവിതശൈലി രോഗമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ സർ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡയബറ്റീസ് വരാതിരിക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ പ്രതിരോധമായിട്ട്? നമ്മൾ ഈ വൃക്കയുടെ അസുഖം വരാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡയബറ്റീസ് കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞു. ഇതിലും ഏറ്റവും നല്ല ഒരു മെത്തേഡ് ഡയബറ്റീസേ വരാതെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് പറയുന്നത് എളുപ്പമാണ്, പക്ഷേ പ്രാക്ടിക്കലി ബുദ്ധിമുട്ടാണ്. എന്നാൽ പോലും നമുക്ക് ചില സ്റ്റെപ്സ് അല്ലെങ്കിൽ നടപടികൾ നമുക്ക് എടുക്കാൻ പറ്റും. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നമുക്ക് ഫാമിലിയിൽ ഡയബറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പം അച്ഛൻ, അമ്മ അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ് അല്ലെങ്കിൽ നമ്മുടെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ റെഗുലറായിട്ട് ചെക്കപ്പ് ചെയ്യുക. കാരണം ഈ കിഡ്നി ഡിസീസ് എന്ന് പറഞ്ഞ പോലെ ഡയബറ്റീസ് തന്നെയും വർഷങ്ങളോളം സൈലൻ്റ് ആയിരിക്കും, പലപ്പോഴും നമ്മൾ അറിയില്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ബോഡി വെയിറ്റ് കൺട്രോൾ ചെയ്യുക.
ബോഡി വെയ്റ്റും അമിതമായിട്ടുള്ള വണ്ണം, കുടവയറ് ഇതൊക്കെ ഒഴിവാക്കുക. ഇത് എന്ത് രീതിയിലും, അതായത് ഫുഡ് ഹാബിറ്റ്സ് റെഗുലറൈസ് ചെയ്യുക, ഡയറ്റ്, റെഗുലർ എക്സസൈസ്, ഇതിലൂടെ ബോഡി വെയ്റ്റ് റെഗുലേറ്റ് ചെയ്യുക. പിന്നെ ഉള്ളത് റെഗുലർ എക്സസൈസ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു സെൻസിബിൾ ആയിട്ടുള്ള ഡയറ്റ്, ഇന്ന ഡയറ്റ് എന്ന് പ്രത്യേകിച്ചില്ല, സെൻസിബിൾ ആയിട്ടുള്ള ഡയറ്റ്. ഡയബറ്റീസ് ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആദ്യമേ തന്നെ എടുക്കുക. സർ, ഈ ഡയബറ്റിക് കിഡ്നി ഡിസീസ് ഉള്ള ആൾക്കാർക്ക് ഒരു ഡയറ്റ് ഉണ്ടോ സർ, നമുക്ക് പ്രിസ്ക്രൈബ് ഡയറ്റ്? സ്പെസിഫിക് ആയിട്ട് ഡയബറ്റിക് കിഡ്നി ഡിസീസിനില്ല. പക്ഷേ ഡയബറ്റീസ് വരുന്നവർക്ക് ഒന്ന് പ്രമേഹത്തിൻ്റെ ഡയറ്റ് ഫോളോ ചെയ്യണം. കിഡ്നി ഡിസീസ് വന്നു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതായത് വെള്ളത്തിൻ്റെ അളവ് ഓരോ പേഷ്യൻറ്റിനും ഓരോ